നമ്മളിഞ്ചി കാണാൻ പോകുന്നത് ഈ KGF-ൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ മൈനിങ് ഒക്കെ ചെയ്തിട്ട് അടിയിൽ നിന്ന് വരുന്ന മണ്ണുണ്ടല്ലോ, അതിൽ നിന്ന് സ്വർണ്ണത്തരികൾ വേർതിരിച്ചതിന് ശേഷം ബാക്കി വരുന്ന മണ്ണ് ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അടുക്കി ഇടും. അതായത് കുറേ മണ്ണ് അടിയിൽ നിന്ന് വരുമല്ലോ, അപ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ട് അടുക്കി ഇടും. അത്തരത്തിൽ അടുക്കി ഇട്ടേക്കുന്ന മൺകൂനകൾ മല പോലെ കിടക്കുന്ന കാണാൻ പോകുന്നത്. അപ്പോൾ അതാണ് KGF സിനിമയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മളുള്ളത് KGF-ലാണ്. ആ കാണുന്നതാണ് ബംഗാർപേട്ടിൽ നിന്ന് KGF-ലുള്ള വഴി. ഇവിടെയാണ് KGF ടൗണ്. എങ്കെ അവന് വഴി അറിയാം, അവൻ്റെ കൂടെ പോ. മേലെ പോകാൻ വഴിയാണോ? ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് KGF-ൽ നിന്ന് മൈൻ കാണാൻ പോവുക. മൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി സ്വർണം കിട്ടാനായിട്ടും ഭൂമിക്കടിയിൽ തുരങ്കം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് മണ്ണെടുക്കുമല്ലോ. മണ്ണെടുത്തതിന് ശേഷം ആ മണ്ണ് അരിച്ച് അതിൽ നിന്ന് സ്വർണം തരികൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് മണ്ണ് അടുക്കിയിട്ടിരിക്കുന്ന, അതായത് മല പോലെ കിടക്കണേ, അത് നമ്മൾ ഈ KGF സിനിമയിലൊക്കെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ ആ മലനിരകളിലെ ക്ലോസപ്പ് എടുക്കാൻ നമ്മളിപ്പോൾ പോകണം. അതിനായിട്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ ബംഗാർപേട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇതിപ്പോൾ KGF ടൗൺ അവിടെയാണ്. അപ്പോൾ ഇത് ഊർഗം എന്ന് പറഞ്ഞൊരു റെയിൽവേ ക്രോസാണ്. അത് 70 തിരക്ക്. അപ്പോൾ നമ്മൾ KGF-ൽ വന്നിട്ട് ആ വഴിയിടാം. KGF-ൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് ഊർഗം സ്റ്റോപ്പിൽ ഇവിടെ വരണം. ഇല്ല, അവിടെ നിന്ന് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് KGF-ലെ സൈനൈഡ് മലയുണ്ടല്ലോ. സൈനൈഡ് മല എന്ന് പറയുമ്പോൾ പറ, സൈനൈഡ് മല എന്ന് പറഞ്ഞാൽ എന്താ? സൈനൈഡ് മല എന്ന് പറയുന്നത് ഇതിന്റെ മണ്ണെന്ന് പറയുന്നതാണ് അവരിപ്പോ. അത് നമ്മുടെ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. പണ്ട് കാലത്ത് സ്വർണ്ണം കുഴിക്കുമല്ലോ, അടിയിൽ മൊത്തം തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സ്വർണ്ണം ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ, മണ്ണായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് സ്വർണ്ണത്തരികൾ അവർ സെപ്പറേറ്റ് ചെയ്യും. മാഗ്നറ്റിക് സെപ്പറേഷൻ പോലുള്ള പല മെത്തേഡ്സ് ഉണ്ട് പണ്ട് കാലത്ത്. ഇപ്പോൾ ആധുനിക രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ എനിവേ അങ്ങനെ തിരിച്ചതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് മണ്ണ്, അതിനാണ് സൈനൈഡ് മണ്ണെന്ന് ഇവർ പറയുന്നത്, KGF പറയണത്. അപ്പോൾ അത്തരത്തിലുള്ള മണ്ണ് കൂട്ടിയിട്ടേക്കണ മലയാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മലകൾ KGF-ൽ വന്ന സമയം വളരെ ഏതാ വഴി, ഏതാ വഴി? ഞാൻ ഓടി ഒന്ന് പോയിട്ട് വരാം. ഇത്ര വരാനല്ലേ ഈ ഭാഗം പിടിച്ച്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ മഴയാണ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടെ വരെ പോയില്ല, ഈ മോശം ആയതുകൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കാം. ഏതാ എൻ്റെ അമ്മ, മുള്ള. എടാ, ഗ്രൂപ്പായിട്ട് പോകണമെന്നാ പറഞ്ഞത്. വലിയ കള്ളന്മാരുണ്ടാവോ? ആ, അപ്പോൾ ഇവിടെ മൊത്തം മുൾച്ചെടിയാ, ഒരു രക്ഷയില്ല. ആൾക്കാർ പോവാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടേക്കണോ. എടാ, അവിടെ നല്ലൊരു വഴി കിടക്കണു. ഇപ്പോൾ സൈനൈഡ് മല ഇവിടെ തുടങ്ങുക കേട്ടോ. KGF-ൽ ഫുള്ളെന്ന് പറയാൻ മൊത്തത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇതുപോലത്തെ മലകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ KGF-ൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ ഇവിടെ എടുത്തേക്കാന്ന് ഓർത്ത് ഇവിടെ തന്നെ കയറിയെന്നുള്ളൂ. ഓ,
ഇതിപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ്. ഇത് ഷൂട്ടിങ് നടന്ന സ്ഥലം കേട്ടോ, KGF സിനിമയുടെ ഷൂട്ടിങ് നടന്ന സ്ഥലം. അപ്പോൾ വണ്ടിയൊക്കെ പോകാൻ വേണ്ടി ഉണ്ടാക്കിയത് എങ്ങനെ. പണ്ടൊന്നും ഇങ്ങനെയൊന്നും വഴിയില്ലായിരുന്നു ഇവിടെ. ഇതാണ് സൈനൈഡ് മലയുടെ ഒരു ഭാഗം. എടാ വാടാ. മഴ ആയതുകൊണ്ട് അമ്മമാർ വരുന്നില്ല. ആ നിൽക്കുന്ന റെയിൽ ക്രോസിൽ ഞാൻ എന്നാൽ ഇപ്പോൾ വരാം. നല്ല വെട്ടുകല്ല് പോലെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഭൂമിക്ക് അടിയിൽ നിന്ന് എടുത്ത മണ്ണാണ്. ഇതിലെല്ലാം ആക്ച്വലി സ്വർണ്ണത്തരി ഇനിയുണ്ട്. അത് പറയാൻ കാരണം പണ്ട് കാലങ്ങളിൽ ഈ ഞാൻ പറഞ്ഞില്ല മാഗ്നറ്റിക് സെപ്പറേഷൻ പോലെയുള്ള സെപ്പറേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അത് എന്താ പറയുക 100% ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കയറിയതിൻ്റെ കിതപ്പ്. അപ്പോൾ ഇനി ഇതിനകത്ത് സ്വർണ്ണത്തരികളുള്ളത് കൊണ്ട് ഒരു ഓസ്ട്രേലിയൻ കമ്പനി ഒരു 2008 കാലഘട്ടത്തിലൊക്കെ റീമൈനിങ് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിച്ചായിരുന്നു. അന്ന് നമ്മളിവിടെ പഠിക്കുന്ന സമയത്താണ്. പിന്നെ അതിൻ്റെ റീമൈനിങ് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് അവർ ചെയ്യാതെ വിടുകയോ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോളാർ ഗോൾഡ് ഫീൽഡിലെ സൈനൈഡ് മലനിരകളാട്ടോ. സൈനൈഡ് മലനിരകൾ, ഇത്തരത്തിലുള്ള മലനിരകൾ ഒത്തിരി ഉണ്ട്. ഇതുണ്ട്. അന്നൊക്കെ ഇത് ഇവർ ഇത്ര സെറ്റപ്പായിട്ട് അടുക്കി കയറി വന്നതുകൊണ്ട് അതെങ്ങനെയാണ് വരും. ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്ന മണ്ണ് താഴെ നിന്ന് അടുക്കി കയറി മല പോലെ വന്നേക്കുക. ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഇതാട്ടോ റിഫൈനറി. അത് അടിയിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് സ്വർണം തമ്മിൽ വേർതിരിക്കുന്ന മിഷനറീസൊക്കെയാണ് പണ്ട് കാലത്തെ. വാട്ടർ ടാങ്ക് ആയിരിക്കും ഇതൊക്കെ. എത്ര 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു മൈൻ ക്ലോസ് ചെയ്യണത് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് മൈനുണ്ട്. ഈ നെഹ്റു വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തത് ഈ മൈൻ പണയം വെച്ചിട്ടാണ് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലും മൈൻ സജീവമായിട്ടുണ്ടായിരുന്നതിലാണല്ലോ അങ്ങനെ വെക്കാൻ പറ്റും. മുകളിൽ എന്തൊരു ബോർഡ് കണ്ടു, വേഗം പോയി അതും കൂടി ഒന്ന് നോക്കാം. മഴയായതുകൊണ്ട്, മഴയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദൂരം പോയായിരുന്നു. ഇത്തരത്തിലുള്ള വേറൊരു മൈൻ, അതിൽ ഞങ്ങളിങ്ങനെ ട്രക്കിങ് പോലെ പോകാറുണ്ട്. ഇതുപോലെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രക്കിങ്ങിന് സമാനമായൊരു യാത്രയാണ്, റിസ്ക്കാണ്. അതിൻ്റെ മുകളിൽ കയറി ചെല്ലുക. അത്തരത്തിൽ നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെ എന്തൊരു ബോർഡ് ഇരിപ്പുണ്ട്, കന്നഡയാണ്. ഈ വഴിയുണ്ട്, ഇതിലങ്ങോട്ട് പോയാൽ KGF സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്താം. മഴ ആയതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇവിടേക്ക് ഇപ്പം മരങ്ങൾ ഒത്തിരി തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അവിടെ കണ്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മല എന്നുകൊണ്ട് നോക്കുകയാണ്. അങ്ങ് മല കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല. അവിടെയൊക്കെ മലയുണ്ട്. അവിടെ ഒരു മലയുണ്ട്. ഇങ്ങനെയുള്ള മലകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ മാൻമെയ്ഡ് മലകളാണ്. ഇത്തരത്തിൽ സ്വർണം വേർതിരിച്ചതിന് ശേഷം ബാക്കി ഇതിനകത്തൊക്കെ നോക്കിയാൽ അറിയാം സ്വർണം കിട്ടും. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചാലുകളിൽ കൂടെയൊക്കെ, അതായത് മഴവെള്ളമൊക്കെ പെയ്യുമ്പോൾ ഈ മണ്ണ് ഒഴുകി അങ്ങോട്ട് പോകുമല്ലോ. അപ്പോൾ താഴെയുള്ള വെള്ളം പോകുന്ന ചാലുകളിൽ കൂടെയൊക്കെ ആൾക്കാരിങ്ങനെ കോരുവലയായിട്ട് നിൽക്കണം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർ പറയണത് ഈ മണ്ണിൽ നിന്ന് ഇറങ്ങി എന്താ പറയുക, സ്വർണ്ണ വെള്ളത്തിലൂടെ അരിച്ച് താഴോട്ട് ചെന്നിട്ട് സ്വർണ്ണ തരികളൊക്കെ താഴെ കിട്ടാറുണ്ടെന്നാണ് പറയണേ. അപ്പോൾ അത്തരത്തിൽ ഈ അരിപ്പയായിട്ട്, കോരുവല പോലത്തെ ചെറിയ കണ്ണികളുള്ള അതുമായിട്ട് കോരാൻ നടക്കണവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെറുതായാലും കിട്ടുന്നുണ്ടതുകൊണ്ടാണല്ലോ അവർ പിന്നീട് അത് തുടരുന്നത്. ഇതൊരു പ്രത്യേക ഭംഗിയാണിത്. മഴയായതിനാൽ അവർ വിളിച്ചു തുടങ്ങി. അതുകൊണ്ട് നമ്മളിത് തൽക്കാലം അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ KGF-ലെ ഈ സൈനൈഡ് മലയങ്ങടെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഈ സൈനൈഡ് മല ഇതിലും ഭംഗിയുള്ളതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വേറെ ഒരു ഇനിയൊരു അവസരത്തിൽ നമ്മളിവിടെ വരുമ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കതൊരു ട്രക്കിംഗ്
മൂഡിൽ പോകുന്നതായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ബാണഗിരിയിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു സ്ഥലത്തുനിന്ന് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ബംഗാർപേട്ടിനുള്ള റൂട്ടാട്ടോ. ഇത് ഊർഗം സ്റ്റേഷൻ, അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ചാമ്പ്യൻ, മാരിക്കുപ്പത്തോടു കൂടി തീരും. ഇങ്ങോട്ട് പോയാൽ ബംഗാർപേട്ട്. ഏതാ ഇന്ത്യയിലോ? അപ്പോൾ മനുഷ്യേട്ടൻ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ടാണെന്നാണ്. സത്യമായിരിക്കും. കാരണം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അതായത് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടില്ലേ ഫാക്ടറി പോലെ, അതിൻ്റെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, സ്വർണം കൊണ്ടുപോകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന് ആ കാലഘട്ടത്തിൽ റെയിൽവേ ഇവർ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണിത്. അത് ശരിയാ, ഞാൻ ഓർക്കുന്നു. ഇവൻ പറഞ്ഞത് ശരിയാണ്. മുംബൈ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റെയിൽവേ. എന്തായാലും ആ കാലഘട്ടത്തിൽ തന്നെ. പക്ഷേ അതുണ്ടല്ലോടാ, അത് യാത്ര പാസഞ്ചർ ട്രെയിൻ ഓടുന്നതായിരിക്കും അത്. ഇത് ചരക്ക് ആവശ്യത്തിനല്ല ഇതിന്. കാരണം ഇത് പണ്ട് മുതലേ മൈൻ ഇവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല.